ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഇന്ന് അവസാന സീനായിട്ട് കണ്ടത് നമ്മുടെ നയനയും ആദർശും കൂടെ അവര് ഒരു ബെഡ്റൂമിനകത്ത് തന്നെ കിടക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നയനയ്ക്ക് തീരെ താല്പര്യമില്ല, തന്റെ അമ്മായിയമ്മ പറഞ്ഞതാണല്ലോ കിടക്കരുത് എന്ന് 41 ദിവസം കഴിയുന്നത് വരെ. അപ്പൊ അതുകൊണ്ട് നയനെ അങ്ങ് മാറി നിൽക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവിടെ ആദർശ് നിർബന്ധിച്ച് നമ്മുടെ നയനെ അവിടെ കിടത്തുകയാണ് കേട്ടോ. അപ്പൊ ഇതേ സമയം നമ്മുടെ നയന താഴെയുമാണ് കിടക്കുന്നത്, ആദർശ് മുകളിലുമാണ് കിടക്കുന്നത്. അപ്പൊ അവര് തമ്മിൽ വേറൊരു ബന്ധം ഉണ്ടാകുന്നുമില്ല. അങ്ങനെ കിടന്നോർത്തിട്ട് കുഴപ്പമില്ല. അപ്പൊ ഒരു റൂമിൽ കിടന്നോർത്ത് പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദർശ് നിർബന്ധിച്ച് കിടത്തിയത്. പക്ഷെ ഇത് വലിയൊരു ഭൂകമ്പമാക്കി തീർക്കുകയാണ്. ആരാണ്? ജലജയും അതുപോലെ തന്നെ നമ്മുടെ ജാനകിയും. അപ്പൊ ജലജയ്ക്കും ജാനകിക്കും ഈ ന്യൂസ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാല്, ജലജയ്ക്കും ജാനകിക്കും കിട്ടുന്നത് നമ്മുടെ അഭി പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ജലജ അഭിനെ ഫോൺ വിളിക്കുകയാണ്. അപ്പൊ അഭിനെ ഫോൺ വിളിക്കുമ്പോഴത്തേക്കും വിശേഷം അറിയാനൊക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ വിളിക്കുമ്പോഴത്തേക്കും ആണ് നമ്മുടെ അഭി പറഞ്ഞു കൊടുക്കുന്നത്, ഒരു കാര്യം അറിയണോ, ഇവിടെ വല്യമ്മയ്ക്ക് വല്യമ്മ എന്നല്ലല്ലോ, നമ്മുടെ അഭി അമ്മായി എന്നാ വിളിക്കുന്നത്. അമ്മായിക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ ഒരുമിച്ച് ഇവര് കിടക്കുന്നത്, ആദർശ് നയനയും കിടക്കുന്നത്. ഏതായാലും ഇത് അവരൊരു വൻ ചാൻസ് ആക്കി തീർത്തിരിക്കുക തന്നെയാണ്. രണ്ടുപേരും ഒരു റൂമിൽ തന്നെയാണ് അമ്മയെ കിടന്ന് ഉറങ്ങുന്നതെന്ന് പറഞ്ഞു. മോനെ സത്യമാണോന്ന് ചോദിച്ചപ്പോ അതെ ഞാൻ സത്യം പറഞ്ഞതെന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ജലജ എന്ത് ചെയ്തു? ജാനകിയോട് പറഞ്ഞു. അങ്ങനെ ജലജയും ജാനകിയും കൂടെ ഒരു കാര്യം തീരുമാനിക്കാനുണ്ട്. അപ്പം വേറെ ഒന്നുമല്ല അവര് തീരുമാനിക്കുന്നത്, ഈ വിവരം ദേവയാനിയെ അറിയിക്കണം. അങ്ങനെ ജലജ പറഞ്ഞു, ഈ വിവരം ദേവയാനിയെ അറിയിച്ചേ പറ്റൂ. അറിയിച്ചില്ലെങ്കിൽ അതിപ്പോ നമുക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറവുണ്ടാകുന്നത്. കിട്ടിയ അവസരം പാഴാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്കിത് പറയണം എന്ന് പറഞ്ഞ് ജലജയും ജാനകിയും കൂടെ ചെന്ന് നമ്മുടെ ദേവയാനിയോട് ഈ വിവരം അങ്ങോട്ട് പറയാണ് കേട്ടോ. അങ്ങനെ ദേവയാനി ഇവര് വന്ന ഉടനെ തന്നെ ദേവയാനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഏടത്തേക്ക് ഒരു കാര്യം അറിയണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ എന്താടീന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ജലജയല്ല ദേവയാനി ജാനകിയോട് ചോദിച്ചപ്പോ ജലജ പറഞ്ഞു, അത് വേറൊന്നും അല്ല, ഞങ്ങളെ രണ്ടിനെയും അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവിടെ എന്തിനാണെന്ന് അറിയാമോ, അവിടെ നയനയ്ക്കും ആദർശനും ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കാൻ വേണ്ടിയുള്ള എല്ലാ സെറ്റിങ്സും ചെയ്തു കൊടുത്തേക്കുക. അച്ഛനും അമ്മയും പിന്നെ അവർക്ക് എതിരെ നിൽക്കത്തില്ലല്ലോ, അവർക്ക് കൂട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം എല്ലാവരും അറിഞ്ഞുകൊണ്ടാ ചെയ്യുന്നത്. ഏടത്തിനെ ധിക്കരിക്കാൻ വേണ്ടി. ഏടത്തി പറയുന്നത് ഒന്നും കേൾക്കാതെ ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാ? വേറൊന്നുമല്ല, ഏടത്തിയെ അവക്ക് ഒരു ബഹുമാനവും ഇല്ല. അതുകൊണ്ട് ആദർശിനെ വളച്ചെടുത്തേക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഇതും ഒക്കെ പറഞ്ഞു കൊടുക്കുക ജലജ. സഹിക്കുവോ? നമ്മുടെ ദേവയാനി എന്ത് ചെയ്തു? നേരെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ. നേരെ ഫോൺ എടുത്തിട്ട് ആദർശിനെ വിളിക്കുകയാണ്. അപ്പൊ ആദർശ് ഇവരും നയന് താഴെ കിടക്കുന്നു, ആദർശ് കട്ടിലേക്ക് കിടക്കുന്നു. അങ്ങനെയാണ് കിടക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ ദേവയാനി ഫോൺ വിളിച്ചു കേട്ടോ. അപ്പം ദേവയാനിയുടെ വിചാരം എന്താണ്? ഇവരെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഇവര് ഒരുമിച്ചാണ് കിടക്കുന്നത് എന്നൊക്കെ ഓർത്തിട്ടാണ് വിളിക്കുന്നത്. ഏതായാലും ദേവയാനി വിളിച്ചിട്ട്, ആദർശ നീ എന്തു പരിപാടിയാടാ കാണിക്കുന്നത്? നീ അയ്യപ്പൻ പാട്ടാ അതാ ഇതാ കൂത്താന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്തിനാ? എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് അവളെ നീ നിന്റെ റൂമിനകത്ത് കയറ്റി കിടത്തേക്ക് അല്ല, നീ അവളുടെ കൈ കൊടുക്കാൻ പറഞ്ഞു. ആദർശം ഞെട്ടിപ്പോയിട്ടോ. കാരണം ആദർശം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ വിവരം അറിയും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നമ്മുടെ ദേവയാനി ഈ വിവരം എങ്ങനെ അറിയാനാ? അപ്പൊ അതുകൊണ്ടാണ് അതൊന്നും പ്രതീക്ഷിക്കാത്തത്. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ നയന് ഈ ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് എണീറ്റു കേട്ടോ. ഫോൺ കോൾ വന്നത് എണീറ്റു. അങ്ങനെ ദേവയാനി കൊടുക്കാൻ പറഞ്ഞു. നയനയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. നയന് ചോദിച്ചു, എന്താ അമ്മേ ഈ രാത്രി വിളിച്ചതെന്ന് ചോദിച്ചപ്പം, എടി നീ എനിക്ക് സമാധാനം തരാതിരിക്കാനാണോടി നീ അവന്റെ റൂമിൽ കയറി കിടക്കുന്നത്? നീ ഇതിനു വേണ്ടി തന്നെയാ നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് എനിക്ക് അറിയാടി. നിന്റെ മനസ്സിലിരിപ്പ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് ആ മുറിയിൽ നിന്ന് എണീറ്റ് പോകാനാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു, അല്ലമ്മേ ഞാൻ ഈ മുറി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ താഴെയാ കിടക്കുന്നത്, പായിട്ട് താഴെയാ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ പറഞ്ഞാലും ആ റൂമിൽ നിന്ന് എണീറ്റും മര്യാദയ്ക്ക് പൊക്കോണം. ഞാൻ ഇവിടെ ഏത് അവസ്ഥയിലാ കിടക്കുന്നത് നിനക്കറിയാലോ. എന്നിട്ട് നീ നിന്റെ ഭർത്താവുമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയല്ലേ പോയത്? അവൻ മാലയിട്ട കാര്യം മറന്നിട്ടെ നീ വേറെ ഒന്നും പറയണ്ട, ഇപ്പൊ തന്നെ ആ റൂമിന് വെളിയിൽ ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഒച്ചപ്പാട് എടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഈ ഒച്ചപ്പാട് ഈ സ്ട്രെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ദേവയാനിയുടെ നിലയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കും. കാരണം രോഗാവസ്ഥയിൽ നിന്നും പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല, ആ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വിഷം ശരീരത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ദേവയാനി അങ്ങോട്ട് വല്ലാണ്ട് റൈസ് ആകുന്ന അനുസരിച്ചും ശബ്ദം കൂടുന്നൊക്കെ അനുസരിച്ച്
അത് ശരീരത്തിനെയും മാനസികവും ഒക്കെ ആയിട്ട് ദോഷം ചെയ്യുന്ന നമ്മുടെ നയനയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യാം, അമ്മ സമാധാനമായിട്ട് ഇരിക്കും, ഞാൻ താഴെ പോയി കിടന്നോളാം, അമ്മയ്ക്ക് ഞാൻ താഴെ പോയി കിടന്നാ പോരെ, ഞാൻ പോയി കിടന്നോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ആദർശ് ഈ കാര്യം ആരാ വിളിച്ച് അമ്മയോട് പറഞ്ഞത്, ഇതെന്താ ഇങ്ങനെ, ഇവിടുന്ന് ആരും പറയാതെ അമ്മ ഇത് അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ പറയാ. അപ്പൊ നയന പറഞ്ഞു, അത് പിന്നെ വേറെ ആരും അല്ലായിരിക്കും വിളിച്ചു പറഞ്ഞത്, ഇവിടെ അങ്ങനെ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അത് അഭി തന്നെ ആയിരിക്കും. അപ്പൊ ആദർശ് പറഞ്ഞു, ആഹാ അങ്ങനെയാണെങ്കിൽ അഭിക്കിട്ട് 2 കൊടുത്തിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും നയന പറഞ്ഞു, വേണ്ട ഇനിയിപ്പൊ ഇതൊരു പ്രശ്നമാക്കി ഒന്നും തീർക്കണ്ട ആദർശ് ചേട്ടാ, ഒന്നാമത് പ്രശ്നത്തിൽ മേൽ പ്രശ്നം ആയിക്കൊണ്ടിരിക്കുക, വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്, അതൊക്കെ അങ്ങ് വിടാൻ പറയാ. ഇതേ സമയം നമ്മുടെ നവ്യ അഭിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ വേറൊന്നും അല്ല പറയുന്നത്, അയ്യപ്പ പാട്ടിന്റെ ഇടയ്ക്കും നീ നിന്റെ മുഖത്തെ പരിഭ്രമമൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നിനക്ക് ഒട്ടും താല്പര്യമില്ലല്ലോ ഇവിടെ നിന്ന് നടന്നു പോകാന്. എടാ എന്തിനാടാ വെറുതെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി മാല ഇട്ടത്? അങ്ങനെ മാല ഇട്ടിട്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ മാല ഇട്ടെന്നൊക്കെ വരും. അതിപ്പോ ഏതും ആയിക്കോട്ടെ, അതെ നീ കയറി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ നവ്യ പറഞ്ഞു, അതെ ഞാൻ ഉറങ്ങുകയൊക്കെ ചെയ്തോളാം, പക്ഷെ നിന്റെ കൂടെ അല്ലേ കിടന്ന് ഉറങ്ങണത്, സ്വസ്ഥതയായിട്ടും സമാധാനമായിട്ടും എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? എപ്പോഴാന്ന് അറിയില്ലല്ലോ നീ നിന്റെ കുഞ്ഞിനെയും എന്നെയും കൊല്ലാൻ നോക്കുന്നത്. ഓഹോ അതും കൊണ്ടാണോ? എങ്കിൽ പിന്നെ നീ വേറെ റൂമിൽ പോയി കിടക്ക്, ഇവിടെ കിടക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? നിനക്ക് ഇവിടെ എത്ര റൂമുകളുണ്ട്, വിശാലമായിട്ടുള്ള ഒരു വീടാ, ഇതിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് നിനക്ക് പോയി കിടക്കത്തില്ലേ? എന്റെ അടുത്ത് തന്നെ നിനക്ക് കിടക്കണമെന്നോ ഉള്ളോ? അപ്പൊ ചിലപ്പം കൊന്നെന്നിരിക്കും, ചിലപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തെന്നൊക്കെ ഇരിക്കും, ചിലപ്പം വിഷം തന്നതിരിക്കും എന്നൊക്കെ പറയുമ്പം അതെ എനിക്കറിയാം, നീ തന്നെയാ എനിക്ക് വിഷം തരാൻ നോക്കിയത്, അത് മാറി നിന്റെ അമ്മായിക്ക് പോയി, ദൈവമേ ഉണ്ടെന്നുള്ളത് നീ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞിട്ട് നവ്യ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഏതായാലും അഭിയാണെങ്കിൽ, എടി നിന്റെ അനിയത്തിക്കിട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടടി, നിന്റെ അനിയത്തിനെ ഇപ്പം വിളിച്ച് നല്ലത് പറഞ്ഞു കാണൂടി അമ്മായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് അഭിയും കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ജലജയനെയും ജാനകിയുമാണ്. അങ്ങനെ ജലജയും ജാനകിയും പിന്നെയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. വിഷം കൊടുത്തത് നയന തന്നെയാണെന്ന് വരുത്തി തീർക്കണം, അതിനിപ്പോ അല്ലെങ്കിൽ പോലും അങ്ങനെ തന്നെയാണെന്ന് വരുത്തി തീർക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുമല്ല അനാമികയെ തോൽപ്പിച്ചിട്ട് അവിടെ ആർക്കും വിജയിക്കേണ്ട കാര്യമില്ല. മുത്തശ്ശനും മുത്തശ്ശിക്കും ഇപ്പൊ സ്നേഹക്കൂടുതൽ ആരോടാ? നയനയോടാണല്ലോ. അപ്പം ഈ ഒരു വിഷയം വലുതാക്കി തീർക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവളോടുള്ള സ്നേഹമൊക്കെ കുറയും. അങ്ങനെ നമുക്ക് അനാമികയ്ക്ക് ആ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാം എന്നിങ്ങനെ ജലജ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ ജാനകീനെ പഠിപ്പിക്കുകയാണ്. ജാനകി ജലജയുടെ കൂടി അതിനോടൊത്ത് തന്നെ നിന്നിട്ട് നമ്മുടെ നയനയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മാക്സിമം അത് ചെയ്യാന്ന് ഓർത്തോണ്ട് ജാനകി നിൽപ്പുണ്ട്. പക്ഷെ ജാനകിക്ക് അറിയത്തില്ലല്ലോ സ്വന്തം മരുമകള് സത്യത്തില് നമ്മുടെ നയനേക്കാളും താഴ്ന്ന, അത്രയും പോലും സാമ്പത്തികമില്ലാത്ത ഒരിടത്തു നിന്ന് വന്നതാണെന്നും പെരുങ്കള്ളിയാണെന്നും അറിയാതെയാണ് ജാനകി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ജാനകിയുടെ മനസ്സിൽ വേറൊന്നുമല്ല നമ്മുടെ നയനോടുള്ള ദേഷ്യം, നന്ദുവായിട്ടും അനിയായിട്ടും തമ്മിലുള്ള ആ ഒരു ബന്ധം, ആ ബന്ധത്തിലാണ് ദേഷ്യം എന്ന്, വേറൊരു കാര്യമില്ല. പക്ഷെ ആ ദേഷ്യം വളർന്ന് പന്തലിച്ചു വലുതായി ഇപ്പം നയനെ ഒരു പ്രധാന ശത്രുവായിട്ട് തന്നെയാണ് ജാനകി കാണുന്നത്. ഇതിനിടയിൽ നമ്മുടെ ജലജ പോയി പറയുന്നുണ്ട് ദേവയാനിയോട്, അവളെ അവിടെ നിർത്തുന്നതിലും നല്ലത് ഇവിടെ തന്നെ നിർത്തുന്നതാണ്, ഇവിടെ അവളെ നിൽക്കുകയാണെങ്കിൽ സേഫ് ആണല്ലോ, അവർ രണ്ടുപേരും ഒരുമിക്കത്തില്ലല്ലോ, ഒന്നിച്ച് ഒരു ബെഡ്റൂം ഷെയർ ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനിയെ കൊണ്ട് ആദർശിനോട് പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിപ്പിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ദേവയാനിക്ക് വിനയായിട്ട് തന്നെയാണ് വരുന്നത്. ഏതായാലും ദേവയാനിയുടെ മനസ്സിലെല്ലാം കൂടെ കിടന്നങ്ങ് കലങ്ങി മറിഞ്ഞ്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം കൊടുത്ത ഒരു ശിക്ഷയായിട്ട് തന്നെയാണ് ഡോക്ടർ പറയാൻ പോകുന്നത്. പെട്ടെന്ന് നമ്മുടെ ദേവയാനിക്ക് അസുഖം കൂടുകയാണ് കേട്ടോ. പെട്ടെന്ന് അസുഖം കൂടുകയും ഓക്സിജൻ മാസ്ക് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ വേറൊന്നുമല്ല, കരളിനെ ചെറുതായിട്ടല്ല കുറേയേറെ വിഷം ബാധിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ആ വിഷം ബാധിച്ച സംഭവം അത്രയും ഭാഗം എടുത്ത് കളയണമെന്നും അങ്ങനെയൊക്കെയാണ് സംഭവം പറയുന്നത് കേട്ടോ. അപ്പം ഡോക്ടർ ഇതിപ്പം ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല, അതായത് നമുക്ക് ഫുൾ വിശേഷം പറയുമ്പം കേൾക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ലിവർ ചേഞ്ച് ചെയ്യണമെന്നും, അപ്പം ലിവർ ഒരാളുടെ കട്ട് ചെയ്ത് കുറച്ച് വെച്ചാൽ മതി, കരളിനെ പൂർണ്ണമായിട്ടും ഈ ഒരു വിഷം ബാധിച്ചു എന്നാണ് ഡോക്ടർ പറയുന്നത്. ഏതായാലും
കരളിനെ മാത്രമല്ല നമ്മുടെ ദേവയാനീനെ ഫുള്ള് വിഷം ബാധിച്ചിരിക്കുകയാണ്. അപ്പം നയനെ രക്ഷകയായിട്ട് തന്നെ എത്തും. അതൊക്കെ അതിൽ നാളത്തെ സീനിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നാളെ രാവിലെ നമ്മൾ കറക്റ്റ് 7:30 ആകുമ്പോൾ ഫുൾ വിശേഷമായിട്ട് എത്തുക. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ കാണണേ. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതിനു മുമ്പ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോ വിശേഷം ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. അടിപൊളി വിശേഷം തന്നെയാണ്. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ രാവിലെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.